വനിതാ ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചത്. കാസർഗോഡ് എം.എൽ. അശ്വിനി, മലപ്പുറത്ത് ദീപ പുഴയ്ക്കൽ, കൊല്ലത്ത് രാജി സുബ്രഹ്മണ്യൻ, തൃശൂർ നോർത്തിൽ നിവേദിത സുബ്രഹ്മണ്യം എന്നിവരെയാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത്. തൃശൂർ, കോട്ടയം, ഇടുക്കി എന്നിവിടങ്ങളിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നാണ് ജില്ലാ പ്രസിഡന്റുമാർ. ചാനൽ ചർച്ചകളിൽ ഇനി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് സന്ദീപ് വാര്യരും. മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്ന കെ.പി.സി.സി വക്താക്കളുടെ പട്ടികയിൽ കെ.പി.സി.സി സന്ദീപ് വാര്യരെ ഉൾപ്പെടുത്തി. ഇക്കാര്യം ജനറൽ സെക്രട്ടറി എം. ലിജു മീഡിയ വിഭാഗം ഇൻചാർജ് ദീപ്തി മേരി വർഗീസിനെ അറിയിച്ചു. പാലക്കാട് നെന്മാറയിൽ ഇരട്ട കൊലപാതകം. നെന്മാറ തിരുത്താമ്പാടം ബോയൻ കോളനിയിലാണ് സംഭവം. ഇവിടുത്തെ താമസക്കാരായ സുധാകരൻ, മാതാവ് ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ ചെന്താമരയാണ് ഇരുവരെയും കൊലപ്പെടുത്തിയത്. സുധാകരന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയവേ പരോളിലിറങ്ങിയ പ്രതി ഇന്ന് രാവിലെ സുധാകരന്റെ വീട്ടിലെത്തി രണ്ടുപേരെയും കൊലപ്പെടുത്തുകയായിരുന്നു. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ആളെക്കൊല്ലി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തി. ദൗത്യ സംഘമാണ് കടുവയുടെ ജഡം കണ്ടെത്തിയത്. കടുവയുടെ ശരീരത്തിൽ രക്തക്കറകളും കഴുത്തിൽ മുറിവേറ്റ പാടുകളുമുണ്ട്. മരണകാരണം കടുവയുടെ കഴുത്തിലുണ്ടായ മുറിവെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. കൊല്ലപ്പെട്ട രാധയുടെ വസ്ത്രം, കമ്മൽ, മുടി എന്നിവ കടുവയുടെ വയറ്റിൽ നിന്നും കണ്ടെത്തി. ജില്ലാ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ പാലക്കാട് ബി.ജെ.പിയിൽ സമവായം. നഗരസഭാ അധ്യക്ഷനടക്കം 9 കൗൺസിലർമാർ രാജിനീക്കത്തിൽ നിന്നും പിന്മാറി. RSS ഇടപെടലിനെ തുടർന്നാണ് തീരുമാനം. പാർട്ടി എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നാണ് RSS നേതാക്കൾ കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകിയത്. വ്യാപക എതിർപ്പുകൾക്കിടെ പ്രശാന്ത് ശിവൻ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റു. പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് നടപടികൾ തടഞ്ഞ് സുപ്രീം കോടതി. അന്വേഷണവുമായി സഹകരിക്കണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് സുപ്രീം കോടതി അറസ്റ്റ് നടപടികൾ തടഞ്ഞത്. 1 മാസത്തേക്കാണ് സുപ്രീം കോടതി അറസ്റ്റ് തടഞ്ഞത്. മദ്യക്കമ്പനികളുടെ ആവശ്യത്തിന് വഴങ്ങി മദ്യവില വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കമ്പനികൾക്ക് കൊള്ളലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി 341 ബ്രാൻഡുകളുടെ വിലയാണ് 10 രൂപ മുതൽ 50 രൂപ വരെ വർദ്ധിപ്പിച്ചത്. മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകിയതിന് പിന്നാലെ മദ്യക്കമ്പനികൾക്ക് വേണ്ടി വില വർദ്ധിപ്പിച്ചുള്ള സർക്കാർ തീരുമാനം സംശയകരമാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. BDJS മുന്നണി മാറ്റം ചർച്ച ചെയ്യാൻ സംസ്ഥാന നേതൃത്വം അടിയന്തര യോഗം വിളിച്ചു. ഫെബ്രുവരി 1 ശനിയാഴ്ച ചേർത്തലയിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് മുന്നണി മാറ്റം ചർച്ച ചെയ്യും. കോട്ടയം ജില്ലാ ക്യാമ്പിൽ മുന്നണി മാറ്റ പ്രമേയം വന്നതിന് പിന്നാലെയാണ് യോഗം വിളിച്ചത്. മുന്നണി വിടണം എന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമായി ഉയരുന്നുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. കെജ്രിവാൾ കി ഗ്യാരണ്ടി എന്ന് തുടങ്ങുന്ന പ്രകടന പത്രികയിൽ സർക്കാർ നിലവിൽ നൽകിപ്പോരുന്ന സൗജന്യങ്ങൾ നിലനിർത്തിയുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് ഉള്ളത്. ഡൽഹിയിലെ എല്ലാ ജനങ്ങൾക്കും തൊഴിൽ എന്നതാണ് പ്രധാന പ്രഖ്യാപനം. രാജ്യത്ത് ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ വരുത്തി ഉത്തരാഖണ്ഡ് സർക്കാർ. സിവിൽ കോഡിന്റെ പോർട്ടൽ ഉദ്ഘാടനം മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർവഹിച്ചു. ജനുവരി 20-നാണ് നിയമങ്ങൾ അടങ്ങിയ മാനുവലിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. കൊളംബിയക്കെതിരെ 25% പ്രതികാര താരിഫ് ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരുമായി എത്തിയ സൈനിക വിമാനം തടഞ്ഞതോടെയാണ് നടപടി.